So far we have seen that the logistic map can exhibit aperiodic orbits for certain parameter values. Mu ന്റെ certain values in aperiodic behavior കാണിക്കാൻ ഈ നോൺ ലീനിയർ ഇക്വേഷന് കഴിയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ലോജിസ്റ്റിക് മാപ്പ് എന്ന് പറഞ്ഞ നോൺ ലീനിയർ ഇക്വേഷന് കഴിയുന്നുണ്ട്. അപ്പൊ ഈ എപീരിയോഡിക് ബിഹേവിയർ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കയോസ് അല്ലെ കയോട്ടിക് സിസ്റ്റം എന്ന പേര് ഉപയോഗിച്ചത്. ഈ കയോട്ടിക് സിസ്റ്റംസിന്റെ ഒരു ഡിഫൈനിങ് ഫീച്ചർ എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ടു ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ്. Okay, അതായത് to be called chaotic, a system should also show sensitive dependence on initial conditions. Alright, the sensitive dependence on initial conditions നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. കയോട്ടിക് ആയിട്ടുള്ള സിസ്റ്റംസിന്റെ ഒരു പ്രത്യേകതയാണ് ഈ സെൻസിറ്റീവ് ഡിപ്പെൻഡൻസ് ഓൺ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യൽ കണ്ടീഷൻസിലുള്ള ചെറിയ മാറ്റം പോലും, വളരെ ചെറിയ മാറ്റം പോലും, ഇൻഫിനിറ്റസിമൽ ആയിട്ടുള്ള ചേഞ്ച് പോലും സമയം പോകുന്തോറും ഡൈവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഡിഫറൻസ് ആംപ്ലിഫൈ ചെയ്യപ്പെടും. Even very small differences in initial conditions will get amplified as the system evolves in time. ഇതിനെയാണ് sensitive dependence on initial conditions അല്ലെ sensitivity to initial conditions എന്ന് പറയുന്നത്. Sensitivity to initial conditions means that if two trajectories which started off initially at two closely spaced points in phase space, they diverge out far apart. നമ്മൾ phase space behavior നെ കുറിച്ചാണ് പറയുന്നത്. So ഇതിന്റെ സ്റ്റേറ്റ് ഫേസ് സ്പേസിൽ ഓരോ പോയിന്റ് സിസ്റ്റത്തിന്റെ ഒരു സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതിലുള്ള ചെറിയ മാറ്റം, ഈവൻ ദോ ദേ ആർ റിയലി ക്ലോസ് ടുഗദർ ഇൻ ഫേസ് സ്പേസ് ഇനീഷ്യലി, ആസ് ടൈം ഇവോൾവ്സ് യു വിൽ സീ ദാറ്റ് ദേ വിൽ ഡൈവേർജ്. സമയം പോകുന്തോറും ഇനീഷ്യലി അതിന്റെ സെപ്പറേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും ദേ വിൽ ഡൈവേർജ് അവേ. തമ്മിലുള്ള സെപ്പറേഷൻ എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സെൻസിറ്റീവ് ഡിപ്പെൻഡൻസ് ഓൺ ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. If two trajectories which start off close to each other deviate more and more with increasing time, the system is said to be chaotic. So this is one definition for a chaotic system. If two trajectories which start off close to each other deviate more and more with increasing time, the system is said to be chaotic. Now the rate at which the nearby trajectories deviate from each other with time is characterized by a quantity called Lyapunov exponent. അപ്പോൾ എത്ര വേഗതയിലാണ്, എന്ത് റേറ്റിലാണ് ഈ അടുത്തടുത്തുള്ള ട്രജക്ടറീസ് തമ്മിൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് എന്നതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ലിയാപുനോവ് എക്സ്പൊണന്റ് എന്ന് പറയുന്നത്. So if a map xn plus 1 equal to f of xn is started with two infinitely close by points, the separation between them grows exponentially. ഇത് നമ്മുടെ ലോജിസ്റ്റിക് മാപ്പാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇത് ഏത് മാപ്പ് വേണമെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലോജിസ്റ്റിക് മാപ്പാണെന്ന് മാത്രം. എഫ് ഓഫ് xn. Logistic map in the case, this function, this is mu xn into 1 minus xn. That's all. So you'll see that it grows exponentially. So after n iterations, the divergence grows by a factor e raised to lambda n, where lambda is greater than 0. നമ്മൾ പറഞ്ഞു ഈ orbits തമ്മിലുള്ള separation, it grows exponentially. So we say that initial separation ഉണ്ടാവും. Initial separation ഒരു എക്സ്പൊണൻഷ്യൽ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ സെപ്പറേഷൻ കിട്ടുന്നതെന്ന് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫാക്ടറാണ് ഇത് എത്ര വേഗത്തിലാണ് പരസ്പരം അകന്നു പോകുന്നത് എന്ന് കാണിക്കുന്നത്. ഓർബിറ്റ്സ് തമ്മിൽ എത്ര വേഗതയിലാണ്, ഏത് റേറ്റിലാണ് പരസ്പരം ഡൈവേർജ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഫാക്ടറാണ് ഈ ലാംഡ. ഇതിനാണ് നമ്മൾ ലിയാപുനോവ് എക്സ്പൊണന്റ് എന്ന് പറയുന്നത്. This is called Lyapunov exponent. Alright. So this exponent is a measure of how fast the divergence develops. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു വന്നത് ലോജിസ്റ്റിക് മാപ്പ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ മാത്രമാണ്. അപ്പോൾ നമുക്ക് ഈ ലിയാപുനോവ് എക്സ്പൊണന്റിന്റെ കാര്യം ലോജിസ്റ്റിക് മാപ്പിന്റെ കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. So we say that we given some initial condition, x0, consider a nearby point x0 plus delta 0. Phase spaceലുള്ള പോയിന്റ് ആവാം. So x0 and x0 plus delta 0. Delta 0 is infinitesimally small. Delta 0 is infinitesimally small. The initial separation delta 0 is extremely small. Let delta n be the separation after n iterates. n iteration കഴിയുമ്പോഴുള്ള സെപ്പറേഷൻ നമുക്ക് ഡെൽറ്റ n എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എക്സ്പൊണൻഷ്യലി ആണ് കൂടി വരുന്നത്. എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് എന്ന് പറയുകയാണെങ്കിൽ that means that the separation after n iteration is equal to the separation, the initial separation. In the modulus എടുക്കാണ്, because we are talking only about the distance between the trajectories. അപ്പോൾ ഇവിടെ modulus of delta n, this is the separation after n iterations. This is the initial separation multiplied by a factor e raised to lambda n. In this case, so lambda will be called the Lyapunov exponent. What is delta 0? That's initial separation. Delta n is the final separation. Now a positive Lyapunov exponent is the signature of chaos.
a more precise and computationally useful formula for lambda can be derived. അപ്പോൾ ലോജിസ്റ്റിക് മാപ്പ് പോലുള്ള മാപ്സിന്റെ കേസിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഇക്വേഷൻ ലാംഡയ്ക്കുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. Alright, that's what we do next. Right, but this is what we mean by a Lyapunov exponent. This is what we mean by Lyapunov exponents. Alright, this factor determines how much delta n will deviate from delta 0 after n iterations. അപ്പോൾ ഈ ബിഹേവിയർ നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കലി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇത് എക്സ്പൊണൻഷ്യലി ഡൈവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ സെപ്പറേഷൻ എക്സ്പൊണൻഷ്യലി ആണ് കൂടി വരുന്നത് എന്നുള്ളത് നമുക്ക് ഗ്രാഫിക്കലി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ദാറ്റ്സ് ദ റീസൺ വൈ വി മോഡൽ that divergence using this particular equation. Alright, this exponential factor e raised to lambda n. Now this delta n എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു n iterations കഴിയുമ്പോൾ നമ്മൾ രണ്ട് ഡിഫറെന്റ് ഇനീഷ്യൽ കണ്ടീഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. x0 പ്ലസ് ഡെൽറ്റ 0 x0 എന്നിങ്ങനെ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. n iterations കഴിയുമ്പോൾ ഇത് തമ്മിലുള്ള സെപ്പറേഷനെയാണ് നമ്മൾ ഡെൽറ്റ n എന്ന് പറയുന്നത്. ഓക്കെ, ഈ n iterations കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എഫ് എൻ ഓഫ് x0 പ്ലസ് ഡെൽറ്റ 0, അതായത് n iterations കഴിഞ്ഞുള്ള വാല്യൂ ആണ് എഫ് എൻ പറഞ്ഞു തരുന്നത്. ഓൾറൈറ്റ്, x0യുടെ n iterations കഴിഞ്ഞുള്ള വാല്യൂ ആണ് ഈ എഫ് റേസ് ടു n അല്ലെങ്കിൽ എഫ് എൻ എന്നുള്ള ഫംഗ്ഷൻ പറഞ്ഞു തരുന്നത്. ഓൾറൈറ്റ്, സോ വാട്ട് ഡസ് ദിസ് മീൻ? ഉദാഹരണത്തിന് നമുക്കറിയാം x1 എന്ന് പറയുന്നത് എഫ് ഓഫ് x0 ആണ്. x1 is f of x0. Alright, അപ്പോൾ ഇത് x0ൽ നിന്ന് x1 തരുന്ന ഫംഗ്ഷൻ ആണ്. ഈ എഫ് നമ്മൾ ലോജിസ്റ്റിക് മാപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ വാട്ട് ഇസ് ദിസ് ഫംഗ്ഷൻ? ദിസ് ഇസ് ഈക്വൽ ടു mu x0 into 1 minus x0. That's fine. Alright, what is x2? x2 എന്ന് പറയുന്നത് f of x1 ആണ്. Right, x2 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിൽ നമ്മൾ x1 ഇട്ട് കൊടുക്കുമ്പോഴാണ്. Alright, സെയിം ഫംഗ്ഷനിൽ. So this is actually mu x1 into 1 minus x1. Right, x2 is mu x1 into 1 minus x1. Alright, അത് തരുന്നത് x1നെയും x2നെയും റിലേറ്റ് ചെയ്യുന്നത് ഈ f എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെയാണ്, ഈ ഫംഗ്ഷൻ തന്നെയാണ്. Alright, പക്ഷെ x2നെയും x0യെ റിലേറ്റ് ചെയ്യണമെങ്കിലോ x0യിൽ നിന്ന് x2 കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ x1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Right, so from here you see that x2 is equal to mu ഇവിടെ ഉണ്ട്, x1 ന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Alright, so mu into x0 into 1 minus x0, mu x0 into 1 minus x0, അതാണ് x1. mu x0 into 1 minus x0, alright, multiplied by 1 minus mu x0 into 1 minus x0. Okay, so there is a bracket here. അപ്പോൾ ഇവിടെ ഇതാണ് x2നെയും x0യെയും റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. x2നെയും x0യെയും റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഈ ഫംഗ്ഷനാണ് നമ്മൾ f2 ഓഫ് x0 എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷനാണ് നമ്മൾ f2 ഓഫ് x0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ f2 ഓഫ് x0 എന്താ പറഞ്ഞിരുന്നത്? x0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ഐറ്ററേഷൻ കഴിയുമ്പോഴുള്ള വാല്യൂ ആണ് f2 പറഞ്ഞിരുന്നത്. അതുപോലെ x0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് n iteration കഴിഞ്ഞുള്ള വാല്യൂ ആണ് fn ഓഫ് x0 പറഞ്ഞു തരുന്നത്. Alright, so fn is the function that gives you the value of the population, or gives you the fractional population starting from x0 and after n years. Alright, after n iterations. Okay, I hope this idea is clear. Okay, actually നമ്മൾ f2 ഓഫ് x0 ആണ് diff2 സീക്വൻസിൽ പ്ലോട്ട് ചെയ്തത്. Okay, f എന്നുള്ള ഫംഗ്ഷൻ അല്ല, f2 എന്നുള്ള ഫംഗ്ഷൻ ആണ് diff2 സീക്വൻസ് ചെയ്തപ്പോൾ നമ്മൾ പ്ലോട്ട് ചെയ്തത്. Alright, അതുകൊണ്ടാണ് ഇവിടെ fn ഓഫ് x0 പ്ലസ് ഡെൽറ്റ 0 നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് x0 പ്ലസ് ഡെൽറ്റ 0 ആണ്. n iteration കഴിഞ്ഞുള്ള വാല്യൂ ആണ് ഈ fn പറഞ്ഞു തരുന്നത്. Alright, so this is fn of x0 plus delta 0 minus fn of x0. x0 എന്നുള്ള ഇനീഷ്യൽ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തു, n iterations കഴിഞ്ഞുള്ള വാല്യൂ ആണ് fn of x0 പറഞ്ഞു തരുന്നത്. Alright, so this you can delta n നെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Alright, ഇനി നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ നോക്കുകയാണ്. നമ്മുടെ ബേസിക് അസംപ്ഷൻ ഇതായിരുന്നു, ഡെൽറ്റ n is equal to ഡെൽറ്റ 0 into e raised to n lambda, അതായത് എക്സ്പൊണൻഷ്യലി ഡൈവേർജ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ബേസിക് അസംപ്ഷൻ. സോ ഡെൽറ്റ n is equal to delta 0 modulus of delta 0 e raised to n lambda. Right, ഇത് നമുക്ക് ലാംഡയ്ക്ക് സോൾവ് ചെയ്യാം. You take this, you can write as e raised to n lambda is equal to modulus of delta n by delta 0. രണ്ട് സൈഡിൽ നമ്മൾ ലോഗരിതം എടുക്കുകയാണെങ്കിൽ you see that n lambda is equal to log modulus of delta n by delta 0. Alright, so lambda is equal to 1 by n log delta n by delta 0. അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. Okay, ഇനി ഡെൽറ്റ എന്നുള്ളത് നമ്മുടെ ഈ ഡെഫിനേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദിസ് ബിക്കംസ് ലാംഡ ഈസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് x0 പ്ലസ് ഡെൽറ്റ 0, അതാണ് ഡെൽറ്റ എൻ. ഓക്കെ, എഫ് എൻ ഓഫ് x0 പ്ലസ് ഡെൽറ്റ 0 മൈനസ് എഫ് എൻ ഓഫ് x0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ 0. എഫ് എൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആണ്, n iteration കഴിയുമ്പോൾ ഉള്ള വാല്യൂ തരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. Alright, now this by definition is the derivative of fn of x. അല്ലേ, ഇത് fn of x ന്റെ ഡെറിവേറ്റീവ് ആണ്.
Okay, കാരണം by definition ഡെറിവേറ്റീവിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? df by dx എന്നുള്ളതിനെ I think we write this as f of x plus delta x minus f of x divided by delta x in the limit delta x tends to 0. Alright, അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. You are starting with a particular point, right? f of x0 plus delta 0 minus f of x0 divided by delta 0, right? But delta 0 tends to 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ, if delta 0 is infinitesimally small, then this is the derivative of fn, this is the derivative of fn with respect to x, alright? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 by n log d by dx of fn of x, right? d by dx of fn of x, okay? അതിനെയാണ് നമ്മൾ fn prime of x0 എന്ന് എഴുതിയിരിക്കുന്നത്, okay? Now this is the Lyapunov exponent, right? This is the Lyapunov exponent. അപ്പോൾ fn എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ you can find the corresponding Lyapunov exponent, right? അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി ഇൻസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയുണ്ട് ഇത് എഴുതാൻ, okay? That's what we will see next. This is what we have so far. Lambda is equal to 1 by n log fn prime of x0. ഇതായിരുന്നു നമുക്ക് Lyapunov exponent തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ കിട്ടിയ റിസൾട്ട്, right? Lambda is equal to 1 by n log fn prime of x0. ഇനി fn prime of x0 എന്നുള്ളത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, ചെയിൻ റൂൾ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചെയിൻ റൂൾ ആണ്. അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കും? ഉദാഹരണത്തിന് log of sin x എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ദിസ് ഇസ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെ? എക്സിന്റെ ഫംഗ്ഷൻ sin x, sin x ന്റെ വേറെ ഫംഗ്ഷൻ ആണ് log. ഈ log ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കും. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് യു ടേക്ക് ദി ഡെറിവേറ്റീവ് ഓഫ് ദി log ഫംഗ്ഷൻ, ദാറ്റ് വിൽ ഗിവ് യു 1 by sin x, okay? And then you have to take the derivative of whatever is inside here, right? And then multiply. ഇതിനാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. So this is 1 by sin x log function derivative, and then sin x ന്റെ derivative, that is cos x, okay? If you are taking d by dx, okay, d by dx of log of sin x എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, right? This is the chain rule. അതേ ചെയിൻ റൂൾ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം, okay? ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് let's note the following things, okay? So here what we mean by these things, I repeat, x1 എന്ന് പറയുന്നത് f of x0 ആണ്. അതുപോലെ f of x1 എന്ന് പറയുന്നത് sorry x2, let's write this as x2 is equal to f of x1, right? ഈ f of x1 നമുക്ക് എങ്ങനെ എഴുതാം? This is f of x0 അല്ലേ? കാരണം x1 എന്ന് പറയുന്നത് f of x0 ആണ്. Okay, ഇതിനാണ് നമ്മൾ f2 of x0 എന്ന് എഴുതിയത്. So x2 എന്നുള്ളതിനെ f of x0 എന്ന് എഴുതാം, but this is also equal to f2 of x0, alright? അതുപോലെ xn can be written as fn of x0. ഈ fn of x0 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? This can also be written as f of fn of x0 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് x0ൽ നിന്ന് n ടൈംസ് ഐറ്ററേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈ fn എന്ന് പറയുന്നത്, alright? പക്ഷെ നമ്മൾ xn-1 എടുക്കണം, ഒറ്റ തവണ ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ മതി, അല്ല ഇത് n ടൈംസ് ഐറ്ററേറ്റ് ചെയ്തതാണ്. പക്ഷെ xn-1 എടുക്കുകയാണെങ്കിൽ ഇത് ഒറ്റ തവണ ഈ ഫംഗ്ഷൻ f എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി, alright? So if you are starting at xn-1, alright, fxn-1 നമ്മൾ f1 എന്നുള്ള ഫംഗ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ you will get xn, alright? But this xn-1 can be written as, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, this is fn-1 of x0. x0ൽ നിന്ന് n-1 ടൈംസ് ഐറ്ററേറ്റ് ചെയ്ത് കിട്ടിയതാണ് ഈ xn-1 എന്ന് പറയുന്നത്, alright? So xn can be written as f of fn-1 of x0, alright? xn എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, fn of x0 ആണ് xn. So fn of x0 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, f of fn-1 of x0 എന്ന് എഴുതാം, alright? ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഇത് ഇവിടെ ഉപയോഗിച്ചിട്ട് ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്താൻ കഴിയും, alright? Actually ഈ റിസൾട്ടിലേക്ക് എത്താൻ കഴിയും ചെയിൻ റൂൾ ഉപയോഗിക്കണമെങ്കിൽ. That's what we'll see next, okay? So let's come back to this. What we need to find is fn prime of x0, അതായത് d by dx of fn of x0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, alright? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This is equal to d by dx of fn of x0 എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, you can write as ഈ n മുകളിൽ എഴുതാം അല്ലേ? That's better, okay? This is actually f of fn-1 of x0, right? Now you have got a function of a function, okay? ഇനി ഇത് നമ്മൾ പ്രോഡക്റ്റ് അല്ല, പ്രോഡക്റ്റ് ഇല്ല, ചെയിൻ റൂൾ, നമ്മൾ ചെയിൻ റൂൾ എന്നാണ് പറയുന്നത്. ചെയിൻ റൂൾ, we have got a function inside a function. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, multiplied by the derivative of this function, right? So this is equal to f prime, right? ഈ ഫംഗ്ഷൻ, right? f prime of whatever is inside here, f prime of fn-1 of x0, okay,
multiplied by ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം, റൈറ്റ്? ദാറ്റ് വാസ് ദ ചെയിൻ റൂൾ. നമ്മൾ log sin x ന്റെ കാര്യത്തിൽ ചെയ്ത പോലെ. ഓക്കെ, log sin x എന്ന് പറയുമ്പോൾ അത് നമ്മൾ ലോഗിന്റെ ഡെറിവേറ്റീവ് എടുത്തു, ദാറ്റ് വാസ് 1 by sin x. അതുപോലെ ഇവിടെ f of fn minus 1 of x ഉണ്ട്, അത് നമ്മൾ f എന്നുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുത്താണ് f prime, റൈറ്റ്? I should write it like this, f prime of fn minus 1 x0. Okay, and then you have got fn minus 1 prime, okay, fn minus 1 prime of x0. Okay, now maybe we'll write it in terms of d by dx, that's easier, right? This prime can get a bit confusing. Then നമുക്ക് ഇങ്ങനെ എഴുതാം, this is df by dx, okay, df by dx of fn minus 1 of x0, right? ഇത് ഈ f ന്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഇതാണ്, okay, multiplied by d by dx of fn minus 1 of x0. This is just the chain rule. നമ്മൾ നേരത്തെ log of sin x ന്റെ കാര്യത്തിൽ പറഞ്ഞ പോലുള്ള ചെയിൻ റൂൾ ആണ്. ഓക്കെ, ഇനി ഈ fn minus 1 of x0 എന്നുള്ളത് x0യിൽ നിന്ന് n minus 1 ടൈംസ് ഐറ്ററേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് അല്ലേ? ഇതിന് നമുക്ക് xn minus 1 എഴുതാം. This can be written as xn minus 1. So this is actually equal to d by dx of f of x minus 1. So f of xn minus 1. Okay, f of xn minus 1, അതാണ് ഈ ടേം. Okay, multiplied by d by dx of fn minus 1 of x0. Okay, this process can be continued. Alright, ഈ ടേമിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. We'll retain it in this form. We'll write this as f prime of xn minus 1 multiplied by ഇത് d by dx of fn minus 1 of x0 ആണ്. So this is d by dx of fn minus 1 of x0 എന്ന് പറയുന്നത്. You can write it as f of fn minus 2 of x0. Okay, ഇത് ബേസിക്കലി പറയുന്നത് this is xn minus 2 അല്ലെ? xn minus 2 എന്നുള്ള ഫംഗ്ഷനിൽ f ആക്ട് ചെയ്യുകയാണെങ്കിൽ you will get fn minus 1 of x0. അതാണ് ഇവിടെ പറയുന്നത്. Okay, f prime of xn minus 1 multiplied by df by dx into fn minus 2 of x0. Right, now we can again use the chain rule here. Let me make some space. ഇത് വീണ്ടും നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യണം. ആദ്യം ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം, f എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഓൾറൈറ്റ്, അതിന്റെ ആർഗ്യുമെന്റ് പറയുന്നത് fn minus 2 of x0 ആണ്. fn minus 2 of x0 is nothing but xn minus 2 അല്ലെ? xn minus 2 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ആക്ച്വലി ഈ ടേം അങ്ങനെ തന്നെ ഉണ്ട്, f prime of xn minus 1 അങ്ങനെ തന്നെ ഉണ്ട്, f prime of xn minus 1. ഓക്കെ, ദിസ് ഇസ് അഗൈൻ f prime of ഇതിന്റെ ആർഗ്യുമെന്റ് എന്താണ്? xn minus 2. Okay, and then you have to take the derivative of whatever is inside here. This is d by dx of fn minus 2 of x0. All right, now you can do exactly the same thing for fn minus 2 of x0 also. Right, but this will continue. Right, here sequence angane continue. So this can be written as f prime of xn minus 1, f prime of xn minus 2, and this would be f prime of xn minus 3. Okay, and then d by dx of f of n minus 3 of x0. Right, so this will continue like that till you reach f of x0. Okay, so this becomes f of xn minus 1, f prime of xn minus 1, f prime of xn minus 2. Okay, going on like that, and in the end you will get f of x0. All right, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. This fn prime of x0 using chain rule can be written as product over I equal to 0 to n minus 1. ഇവിടെ n minus 1 വരെ മതി അല്ലേ? I equal to 0 ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, and then f prime of xi. Right, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you will get f of xi. I equal to 0 ഇടുകയാണെങ്കിൽ you will get f prime of x0. Okay, I equal to 0 ഇടുകയാണെങ്കിൽ f prime of x0. As I said, ഇവിടെ f prime ഉണ്ട്, f prime of x0, then f prime of x1, like that it goes up to f prime of xn minus 1. Right, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, fn prime of x0. ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം, product over I equal to 0 to n minus 1 f prime of xi. Okay, all right. അപ്പോൾ അത് നമ്മൾ ലിയാപ്പണോവ് എക്സ്പോണന്റിന്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, right, we had that expression like this. It was lambda is equal to 1 by n log of fn prime of x0, okay, അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് fn prime of x0 എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ this becomes lambda is equal to 1 by n log of product over I equal to 0 to n minus 1 f prime of xi.
Okay, fn prime of x0 എന്നുള്ളതിന് you write as sum over I equal to 0 to n minus 1 f prime of xi. Alright. ഇനി ലോഗിന്റെ ഉള്ളിൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ if you have log of ab is equal to log a plus log b. Alright. ഈ ലോഗിന്റെ ഉള്ളിലുള്ള പ്രോഡക്റ്റിനെ ലോഗിന്റെ സം ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. Alright. The product inside the log can be written as sum over the individual logarithms. Alright. That's basic property, defining property of logarithm. So this you can write as n1 by n sum over I equal to 0 to n minus 1 log f prime of xi. അപ്പോൾ this is a more convenient form than this. ഇതിനേക്കാളും convenient form ആണ്. കാരണം നമുക്ക് fn prime നമുക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ മാത്രം പറഞ്ഞാൽ ഇപ്പോൾ ലോജിസ്റ്റിക് മാപ്പ് ആണെങ്കിൽ mu x into x minus 1 mu x into 1 minus x എന്നുള്ള അത് മാത്രം അറിഞ്ഞാൽ then we can directly use this. Alright, so this expression for Lyapunov exponent is a more practically usable one. Alright, instead of writing it in terms of fn prime of x0, it's better to write it in terms of f prime, the basic map, the derivative of the basic map. Alright, and the product over all these values. Okay, I equal to 0 to n minus 1. Okay, so this is the expression for Lyapunov exponent for logistic map. Logistic map പോലുള്ള മാപ്പുകൾക്ക് ഈ expression valid ആണ്. Okay, we are not done yet. You have to take the limit n tends to infinity. Alright, അത് initially ഇത് paths തമ്മിൽ diverge ചെയ്യുന്നല്ല പറയുന്നത്. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ ഇതിന്റെ trajectories തമ്മിൽ diverge ചെയ്യില്ല. Large iterations കഴിയുമ്പോഴാണ് ഇത് exponentially diverge ആവുന്നത്. Alright, exponential divergence കാണണമെങ്കിൽ actually you have to take n tends to infinity. So if this particular limit exists, then we define lambda as limit n tends to infinity 1 by n sum over I equal to 0 to n minus 1 log f prime of xi. Alright, so this will give you the Lyapunov exponent for the logistic map. Alright, അപ്പോൾ ആ ടൈപ്പിലുള്ള മാപ്പുകൾക്കൊക്കെ ഇത് വാലിഡ് ആണ്. Okay, limit n tends to infinity 1 by n sum over I equal to 1 to n log f prime of xi. Alright, now the Lyapunov exponent provides us with a quantitative test of chaos. In the chaotic regime, lambda is greater than 1, while in the non-chaotic regime, lambda is less than or equal to 1. Alright, so lambda greater than 1 ആണെങ്കിൽ chaotic regime ആണ്. lambda less than or equal to 1, lambda 1നേക്കാളും താഴെ പോകുന്ന റീജിയനിൽ chaotic behavior ഇല്ല. Alright, അതായത് exponentially diverge ചെയ്യുന്നതാണ് chaotic behaviorന്റെ ഒരു defining feature എന്ന് പറയുന്നത്. Trajectories, alright, ഈ ഡിഫറെന്റ് ഇനീഷ്യൽ പോയിന്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാജക്ടറീസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് ഇൻഫിനിറ്റ് ഐറ്ററേഷൻസിന്റെ ലിമിറ്റിലേക്ക് പോകുമ്പോൾ എക്സ്പോണൻഷ്യലി ഡൈവേർജ് ആവുന്നതാണ് കയോട്ടിക് ബിഹേവിയറിന്റെ അല്ലെ കയോട്ടിക് ആയിട്ടുള്ള സിസ്റ്റംസിന്റെ ഒരു ഡിഫൈനിങ് ഫീച്ചർ. ഓക്കെ, അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ ലാംഡ ഹാസ് ടു ബി ഗ്രേറ്റർ ദാൻ 1. Right, if lambda is less than or equal to 1, then they don't exponentially diverge. Okay, so this is good. Alright, അപ്പോൾ ഈ നമ്മുടെ ഈ ട്രാജക്ടറീസ് Lyapunov exponent നമുക്ക് ഈ വാല്യൂ ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന്റെ വാല്യൂ അനുസരിച്ച് ഇപ്പോൾ ഫേസ് സ്പേസിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ബിഹേവിയർ കയോട്ടിക് ആണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Alright, ആ റീജിയനിൽ ലാംഡ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ we say that it's chaotic, and if lambda is less than or equal to 1, we say that it's not exactly chaotic. Okay, അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ലാംഡ അഗെയിൻസ്റ്റ് മ്യൂ ആണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. Alright, നമ്മൾ നേരത്തെ കണ്ടത് മ്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കയോട്ടിക് ബിഹേവിയർ വരുന്നതായിട്ടാണ്. Alright, മ്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കയോട്ടിക് ബിഹേവിയർ അല്ലെ എപീരിയോഡിക് ബിഹേവിയർ വരുന്നതായിട്ടാണ് കണ്ടത്. Alright, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. Alright, ഹൗ ഡസ് ലാംഡ ചേഞ്ച് അഗെയിൻസ്റ്റ് മ്യൂ? നമ്മൾ ഈ ഇവിടെയുള്ള ഫംഗ്ഷൻ എഫിന് ലോജിസ്റ്റിക് മാപ്പിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ പ്ലോട്ട് ലാംഡ വേഴ്സസ് മ്യൂ ന്യൂമറിക്കലി പ്ലോട്ട് ചെയ്താൽ മതി. ആൻഡ് യു സീ ദാറ്റ് for small values of mu, lambda is less than 1. Okay, lambda 1നേക്കാളും ചെറുതാണ്. lambda 1നേക്കാളും ചെറുതാണ്. ചിലയിടത്ത് നെഗറ്റീവ് കൂടെയാണ്. That means that it will be converging, they are not diverging. Alright, but mu increase ചെയ്യുന്ന സമയത്ത് you see that this Lyapunov exponent increases. Alright, lambda increases and it reaches 1. Okay, ഇപ്പോൾ ഒരു particular value, ഇപ്പോൾ ഉദാഹരണത്തിന് mu equal to 3.5699 എന്നുള്ള വാല്യൂ, somewhere here it reaches 1 or it crosses 1. Okay, അപ്പോൾ ഇത് 1 ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് കയോട്ടിക് ബിഹേവിയർ തുടങ്ങുന്നതായിട്ട് നമ്മൾ പറയുന്നത്. Alright, 1 ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് കയോട്ടിക് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയുന്നത്. Alright, so I think it's somewhere like this. Okay, somewhere over here it crosses 1 and chaotic behavior starts. Alright, ഇനി chaotic behavior സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ചില റീജിയനിൽ ഇത് 1ന്റെ താഴേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ചില റീജിയനിൽ 1ന്റെ താഴേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഈ 3.8 കഴിഞ്ഞുള്ള ഒരു ഭാഗത്ത് ഇത് 1ന്റെ വളരെ താഴേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ആക്ച്വലി നമ്മുടെ ബൈഫർക്കേഷൻ ഡയഗ്രാം നോക്കിയപ്പോൾ കണ്ടിരുന്നു. there was a period of stable window. Alright, there was a window of stable behavior. ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് മ്യൂവിന്
ഇത് ഇൻഫിനിറ്റ് പീരിയഡ് ഇല്ലാതെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പീരിയഡ് ഉള്ളതായിട്ട് നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫിക്സ്ഡ് പോയിന്റ്സ് ഉള്ളതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. Alright, these were called as windows of stability, I believe. Alright, I think we called it window of stability. Okay, so we also notice that the chaotic regime is punctuated by non-chaotic windows with lambda less than 0. നമ്മൾ bifurcation diagram already കണ്ടതാണ്. Alright, so there was a window where the കംപ്ലീറ്റ്ലി പോപ്പുലേറ്റഡ് ആകാത്ത, ഈ പോയിന്റ്സ് കൊണ്ട് കംപ്ലീറ്റ്ലി പോപ്പുലേറ്റഡ് ആകാത്ത ഒരു വിൻഡോ ഉണ്ടായിരുന്നു. അവിടെ 3 ഫിക്സ്ഡ് പോയിന്റ്സ്, 3 സ്റ്റേബിൾ പോയിന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. Alright, we have seen these things. Alright, so that we see the same behavior we see also here. Alright, so Lyapunov exponent is a good what do you say, it is a good marker of chaotic behavior. Alright, it's a defining feature. It quantifies എന്താണ് ഈ chaotic behavior ക്വാണ്ടിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ് ലിയാപുനോവ് എക്സ്പോണന്റ് എന്ന് പറയുന്നത്. Alright.